നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തെ വീണ്ടും നടക്കുന്ന തരത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ എഴുതിയതായി പറയപ്പെടുന്ന കത്ത് പുറത്തു വന്നത് ഒരു സാധാരണ രേഖയായി കാണാനാവില്ല. അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളോടുള്ള ലൈംഗിക പീഡന കേസിലെ മുഖ്യപ്രതിയായ എപ്സ്റ്റീൻ മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ കത്ത് അധികാരത്തിന്റെ ഇരുണ്ട വഴികളും രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ നികൃഷ്ട മുഖവും തുറന്നുകാട്ടും. ഈ വിവാദത്തിൽ പിന്നെയും ഉയർന്നു വരുന്ന ഒരേ ഒരു പേര് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര ബാലലൈംഗിക പീഡന കേസിലെ പ്രതി ജെഫ്രി എപ്സ്റ്റീൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദം പുകയുകയാണ്. 2019 ഓഗസ്റ്റ് 10 ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരു കൊടും കുറ്റവാളിയായ ലാറി നാസറിന് അയച്ച പോസ്റ്റ് കാർഡിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്. കത്തിലെ ഞെട്ടിക്കുന്ന വരികൾ: ഞാൻ ജീവിതത്തിന്റെ എളുപ്പ വഴി തിരഞ്ഞെടുക്കുകയാണെന്ന് തുടങ്ങുന്ന കത്തിൽ എപ്സ്റ്റീൻ ഇപ്രകാരം കുറിച്ചു: ആശംസകൾ, നമ്മൾ ഒരു കാര്യം പങ്കുവച്ചിരുന്നു. യുവതികൾ അവരുടെ പൂർണ്ണമായ കഴിവുകളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ അവർക്ക് നൽകുന്ന സ്നേഹവും കരുതലും. നമ്മുടെ പ്രസിഡന്റിനും പ്രായപൂർത്തിയാകാത്ത സുന്ദരികളായ പെൺകുട്ടികളോട് സമാനമായ സ്നേഹമുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടി അരികിലൂടെ നടന്നു പോകുമ്പോൾ അവളെ കടന്നു പിടിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ നമ്മളാകട്ടെ ജയിലിലെ ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കേണ്ട അവസ്ഥയിലായി. ജീവിതം നീതിയില്ലാത്തതാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ കത്തുകളിലെ വരികൾ. ലോ ആൻഡ് ഓർഡർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലേറിയ ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ നിയമം ശക്തർക്ക് മുന്നിൽ വളയുന്ന ഒരു സംവിധാനമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. എപ്സ്റ്റീനെ പോലൊരു വ്യക്തിക്ക് വർഷങ്ങളോളം അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക എലീറ്റുകളുടെ ഇടയിൽ സ്വതന്ത്രമായി ഇടപെടാൻ കഴിഞ്ഞത് വെറും വ്യക്തിപരമായ പിഴവല്ല, അത് സംവിധാനപരമായ അഴിമതിയുടെയും രാഷ്ട്രീയ സംരക്ഷണത്തിന്റെയും ഫലമാണ്. ട്രംപ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കൻ നേതാക്കൾ എപ്സ്റ്റീനുമായി പുലർത്തിയ അടുത്ത ബന്ധങ്ങൾ ഇന്ന് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. കത്ത് പുറത്തു വന്നതോടെ ഉയരുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവമുള്ളവയാണ്. എപ്സ്റ്റീൻ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ ശക്തരായ പലരുടെയും രഹസ്യങ്ങൾ മൂടിവെക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ളതാണ് അതിൽ പ്രധാനമായത്. ട്രംപ് ഭരണകാലത്ത് നടന്ന ഈ ആത്മഹത്യ അന്വേഷിക്കപ്പെടാതെ പോയത് അമേരിക്കൻ നീതി സംവിധാനത്തിന് മേൽ രാഷ്ട്രീയ അധികാരത്തിന്റെ പിടി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവനും നീതിയും പോലും രാഷ്ട്രീയ ലാഭത്തിന് ബലി കഴിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ കത്ത് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം വ്യക്തമാണ്. ട്രംപിസം എന്നത് വെറും ഒരു രാഷ്ട്രീയ ആശയം മാത്രമല്ല, അത് അധികാര മതിപ്പിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും അപകടകരമായ സംസ്കാരമാണെന്നത് കൂടിയാണ്. അമേരിക്കയെ വീണ്ടും മഹത്തായതാക്കുമെന്ന വീര്യം മുഴക്കിയ ട്രംപ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നൈതികമായും രാഷ്ട്രീയമായും തകർച്ചയിലേക്കാണ് നയിച്ചത്. ലൈംഗിക പീഡന കേസുകളിൽ പോലും ശക്തരായ സുഹൃത്തുക്കൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഭരണകൂടം ലോകത്തിന് നൽകുന്ന സന്ദേശം അതിഭീകരമാണ്. എപ്സ്റ്റീൻ കേസിലെ ഇരകൾക്ക് ഇന്നും നീതി ലഭിക്കാത്തത് ട്രംപ് ഭരണകാലത്തെ അന്വേഷണങ്ങളുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ചോദ്യം ചെയ്യുന്നു. സത്യം പുറത്തു വരാതിരിക്കാനുള്ള മൗനം, അട്ടിമറി, സംശയാസ്പദമായ നടപടികൾ ഇവയെല്ലാം ചേർന്നാൽ ട്രംപ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാണ്. അധികാരം സംരക്ഷിക്കാൻ മനുഷ്യാവകാശങ്ങളും നീതിയും ത്യജിക്കുന്ന ഈ രാഷ്ട്രീയ ശൈലി ഒരു ജനാധിപത്യ രാജ്യത്തിനും അംഗീകരിക്കാനാകാത്തതാണ്. ഇന്ന് ഈ കത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ട്രംപ് എന്ന രാഷ്ട്രീയ പ്രതിഭാസം അമേരിക്കയ്ക്കും ലോകത്തിനും എത്രമാത്രം അപകടകരമാണെന്നതാണ്. നീതി ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കിയ ട്രംപ് ഭരണകൂടം ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി രേഖപ്പെടുത്തപ്പെടും. എപ്സ്റ്റീൻ വിവാദം അവസാനിക്കുന്നില്ല, അത് ട്രംപിസത്തിന്റെ അഴുകുചാലുകൾ തുറന്നു കാട്ടുന്ന ശക്തമായ മുന്നറിയിപ്പായി തുടരും. നീതിക്ക് മുകളിൽ ആരുമില്ല എന്ന സത്യം ഉറപ്പാക്കാതെ പോകുന്ന ഒരു രാഷ്ട്രം എത്ര ശക്തമുള്ളതായാലും തകർന്നു പോവുക തന്നെ ചെയ്യും. ട്രംപ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അതായിരിക്കും.